ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. ദിഗാമ തമ്പുരാൻ്റെ സൂക്ഷിപ്പുകാരൻ, താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോഷ് അല്ല, ഇത് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പം മമ്മൂക്കയുടെ ഈ സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ, ഗൗതം വാസുദേവ് മേനോൻ്റെ ഈ സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഈ സിനിമ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വന്നതിന് ശേഷവും ആ സിനിമയെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നടപ്പിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ ഈ സിനിമ വെറും 200 സെൻറ്ററുകളിൽ നിന്ന്, കേരളത്തിൽ 200 സെൻറ്ററുകളിൽ നിന്ന് ഇന്നത്തേക്ക് 225 സെൻറ്ററിലേക്ക് പ്രദർശനം കൂട്ടിയിരിക്കുകയാണെന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഈ സിനിമ ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ഗംഭീരമാവുന്നുള്ളതും ഇത്രയധികം ജനങ്ങളെല്ലാവരും സ്വീകരിക്കുന്നുള്ളതും. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നലെ തൃശ്ശൂർ രാഗത്തിൽ സെക്കൻഡ് ഷോ ഹൗസ്ഫുള്ളായതും ഒക്കെ. കാരണം മാറ്റിനിക്കും ന്യൂൺ ഷോനൊന്നും അധികം തിരക്കുണ്ടാകുന്നില്ല. ഒരു 70% 80% ഒക്യുപ്പൻസിയിൽ പോവുകയാണെങ്കിൽ സിനിമ സെക്കൻഡ് ഷോ ഹൗസ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെയാണ് പല കേന്ദ്രങ്ങളും. പലരും എന്നെ അടുത്ത് പലരും വിളിച്ചു പറഞ്ഞു, കേരളത്തിന് പുറത്തുള്ളവരും പലരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവിടെയൊക്കെ വലിയ തിരക്കാണ്. എല്ലാ തിയേറ്ററുകളിലും പല സ്ഥലങ്ങളിലും 3rd ഷോ വരെ കളിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്ത സിനിമ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത സിനിമ എന്നല്ല, വെറും 8 കോടി രൂപ ചെലവിൽ ബഡ്ജറ്റിൽ ചെയ്ത ഈ സിനിമ ഇപ്പോൾ തന്നെ ഏകദേശം സോണി ലീവിന്, കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്, ഞാൻ അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മിക്കട്ട് കടാൻ ആരും വരണ്ട, സോണി ലീവിന് 12 കോടിക്കും അതുപോലെ തന്നെ ഏഷ്യനെറ്റിന് 10 കോടിക്കും വിറ്റിരിക്കുകയാണ്. അപ്പോൾ 12ഉം 10ഉം 22 കോടി, 8 കോടി ചിലവാക്കിയിട്ട് ഏകദേശം സാറ്റലൈറ്റും OTT ആയിട്ട് 22 കോടി ആയിരിക്കുകയാണ് പിന്നെ നമ്മുടെ മൊത്തം കളക്ഷൻ. അപ്പോൾ ഈ സിനിമ എന്തായാലും വമ്പൻ വിജയമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വെറൈറ്റിയുള്ള സിനിമയാണ്. മമ്മൂക്ക അത്ര നന്നായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ, വളരെ രസകരമായി പെർഫോമൻസ് ചെയ്ത ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും വിജയിക്കാനുള്ള കാരണം. സിനിമയുടെ തിരക്കഥയും കഥയേക്കാളും മുന്നിൽ നിൽക്കുന്ന മമ്മൂക്കയുടെ പ്രകടനം, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്തായാലും മമ്മൂക്ക വളരെ സന്തോഷവാനായിട്ട് ആർത്തുല്ലസിച്ച് ഗംഭീരമായിട്ട് ചെയ്ത സിനിമ തന്നെയാണ് സിനിമ. എന്തായാലും സിനിമയുടെ വിജയം മമ്മൂട്ടി കമ്പനിക്കും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് വീണ്ടും വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് ഈ സിനിമ വലിയ കോടികളല്ല, നമുക്ക് നല്ലൊരു സിനിമ, മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുന്നത്, മമ്മൂട്ടി കമ്പനിയുടെ സിനിമ നല്ലൊരു സിനിമ എന്ന് പേരാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മമ്മൂക്കയ്ക്ക് 100 കോടി കിട്ടിയിട്ടൊന്നും ഒന്നിനും ആവശ്യമില്ല. കോടികളുള്ള മമ്മൂക്കയ്ക്ക് മമ്മൂട്ടി കമ്പനിയുടെ ഈ സിനിമ 100 കോടി എന്നൊന്നും കരയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട്.